പ്രിയ കുട്ടികളെ, നമ്മളിന്ന് +1 സ്റ്റേറ്റും CBSEയും ISCയിലെയും പിള്ളേർക്കുള്ള ഒരു പോർഷനാണ് ജേണല്. നമ്മളിന്ന് ജേണലാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ കുറെ ടേംസുകളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ജേണലിലേക്ക് കടക്കുന്നത്. ഒട്ടുമിക്ക സ്കൂളുകളിലും ജേണലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജേണൽ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ജേണൽ എന്താണെന്ന് മനസ്സിലാക്കാം. ഈ ജേണൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം തന്നെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ജേണൽ എന്ന് പറഞ്ഞാൽ ജേണൽ ഈസ് എ ഡേ ബുക്ക്, അതായത് ഡെയിലി ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് ജേണല്. ഒരു ബിസിനസ് സ്ഥാപനം അവരുടെ ബിസിനസ് സ്ഥാപനത്തിലെ ഡെയിലി ട്രാൻസാക്ഷൻസ് അവരെന്ത് ചെയ്യും? ഒരു ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്യും. അങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന ഒരു ബുക്കാണ് ജേണല്. അതാണ് ജേണൽ. ഇനി ജേണലൈസിങ് എന്ന് പറഞ്ഞാലോ, ജേണലൈസിങ് എന്ന് പറഞ്ഞാൽ ഈ ജേണല്, അതായത് ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്തിട്ട് അത് നമ്മൾ ജേണലിലേക്ക് എടുത്ത് അത് റെക്കോർഡ് ചെയ്യും. അപ്പൊ ജേണലിലേക്ക് എടുത്തെഴുതുന്ന പ്രോസസ്സിനാണ്, ആ പ്രോസസ്സാണ് ജേണലൈസിങ്. അത് നമ്മൾ എടുത്തെഴുതുന്നതിനാണ് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. അപ്പൊ ജേണൽ എൻട്രിയുടെ ഫോർമാറ്റ് 2 എമൗണ്ട് കോളം ഉണ്ടാകും, ഒരു ലെഡ്ജർ ഫോളിയോ കോളം ഉണ്ടാകും, പർട്ടിക്കുലേഴ്സ് കോളം ഉണ്ടാകും, ഡേറ്റ് കോളം ഉണ്ടാകും. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. ഇതാണ് ജേണൽ എൻട്രി. നമ്മൾ എഴുതുമ്പോൾ ജേണൽ എൻട്രിയുടെ ഫോർമാറ്റ്. അതിന് നമുക്ക് ഇതിലേക്ക് ജേണൽ എൻട്രി നമുക്ക് എടുത്ത് എഴുതണമെങ്കിൽ നമുക്ക് ജേണലില് ഡെബിറ്റ് ഏതാണ് ക്രെഡിറ്റ് ഏതാന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കണം. അപ്പൊ ഈ കൃത്യമായിട്ട് ജേണലിലേക്ക് നമുക്ക് എടുത്ത് എഴുതുമ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും നമുക്ക് കണ്ടുപിടിക്കാൻ അതിനൊരു റൂൾ ഉണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അക്കൗണ്ടിനെ മെയിൻ ആയിട്ട് 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് പേഴ്സണൽ അക്കൗണ്ട് എന്നും ഇംപേഴ്സണൽ അക്കൗണ്ട് എന്നും 2 ആയിട്ടാണ് നമ്മൾ അക്കൗണ്ടിനെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ഇതിൽ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ an account which is open in the name of a person or a firm. ഒരു ഫേമിന്റെയോ ഒരു സ്ഥാപനത്തിന്റെയോ ഒരു വ്യക്തിയുടെയോ പേരിൽ നമ്മൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് പേഴ്സണൽ അക്കൗണ്ട്. ഇപ്പൊ ഞാൻ ഉഷാസ് അക്കൗണ്ട്, എന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പേഴ്സണൽ അക്കൗണ്ട് ആണ്. ഞാൻ പഠിപ്പിക്കുന്ന നിങ്ങളുടെ പേര് അതൊരു പേഴ്സണൽ അക്കൗണ്ട് ആണ്. നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിന്റെ പേര് പേഴ്സണൽ അക്കൗണ്ട് ആണ്. കാനറ ബാങ്ക് അക്കൗണ്ട്, സ്റ്റേറ്റ് ബാങ്ക് അക്കൗണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ഒക്കെ അടുത്തുള്ള ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിന്റെ ഒക്കെ പേരുണ്ടെങ്കിൽ ആ ഷോപ്പുകള്, ഇതെല്ലാം പേഴ്സണൽ അക്കൗണ്ട് ആണ്. ഒരു വ്യക്തിയുടെ അഥവാ ഒരു സ്ഥാപനത്തിന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ അതാണ് പേഴ്സണൽ അക്കൗണ്ട്. ഇംപേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ വീണ്ടും 2 ആയി തരംതിരിക്കുകയാണ്. റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും. റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ എല്ലാ സ്വത്തുക്കളും രേഖപ്പെടുത്തുന്നത്. അസറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ആർ റെക്കോർഡഡ് ഇൻ ദി റിയൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ വരവ് ചെലവുകൾ രേഖപ്പെടുത്തുന്ന അക്കൗണ്ടാണ് നോമിനൽ അക്കൗണ്ട്. അങ്ങനെ 3 അക്കൗണ്ടുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 3 അക്കൗണ്ടുകളുടെ റൂൾസ് അനുസരിച്ചാണ് നമ്മൾ ഈ ജേണൽ എൻട്രിയിലേക്ക് നമ്മളത് എൻട്രി എഴുതുന്നത്. അപ്പൊ എൻട്രി എഴുതുന്നതിന് മുൻപ് നമ്മൾ ആ റൂള് പഠിച്ചിരിക്കണം. ഏതാണ് ഡെബിറ്റ്, ഏതാണ് ക്രെഡിറ്റ്. അപ്പൊ അതിന് 2 തരത്തിൽ റൂൾ ഉണ്ട്. ഫസ്റ്റ് റൂള് നമുക്കിപ്പോ പേഴ്സണൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂള് വരുന്നത് ഡെബിറ്റ് ദ റിസീവർ. റിസീവ് ചെയ്യുന്ന ആളെ ഡെബിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ദ ഗിവർ. ക്രെഡിറ്റ് ദ ഗിവർ. ഗിവറിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഇതാണ് പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂള്. സ്വീകരിക്കുന്ന ആളെ ഡെബിറ്റ് ചെയ്യാം, കൊടുക്കുന്ന ആളെ ക്രെഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ റിയൽ അക്കൗണ്ടിന്റെ റൂള്, റിയൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്.
ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ബിസിനസ്സിലേക്ക് വരുന്നതെല്ലാം ഡെബിറ്റ് ചെയ്യാം, ബിസിനസ്സിൽ നിന്ന് പോകുന്നതെല്ലാം ക്രെഡിറ്റ് ചെയ്യാം. ഇനി നോമിനൽ അക്കൗണ്ടിന്റെ റൂൾസ്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താന്നാ പറഞ്ഞേ? ബിസിനസിന്റെ വരവും ചെലവും രേഖപ്പെടുത്തുന്ന അക്കൗണ്ട് ആണ്. അപ്പൊ നോമിനൽ അക്കൗണ്ടിന്റെ റൂൾസ് അനുസരിച്ച് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. ബിസിനസിന്റെ എല്ലാ എക്സ്പെൻസസും അതുപോലെ തന്നെ ലോസസും ഡെബിറ്റ് ചെയ്യാം. ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ബിസിനസിന്റെ എല്ലാ ഇൻകം ഗെയിനും നമ്മൾ ക്രെഡിറ്റ് ചെയ്യാം. അതാണ് നോമിനൽ അക്കൗണ്ടിന്റെ റൂൾസ് വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ 3 അക്കൗണ്ടുകൾ നമുക്ക് പഠിക്കാനുണ്ട്. പേഴ്സണൽ അക്കൗണ്ടും റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും. ഈ 3 അക്കൗണ്ടിന്റെ റൂൾസ് അനുസരിച്ച് നമുക്ക് ഈ ജേണൽ എൻട്രി നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഈ റൂൾസ് അനുസരിച്ച് നമുക്ക് ജേണൽ എൻട്രി എഴുതാം. അതല്ലെങ്കിൽ മോഡേൺ റൂൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ CBSE കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കമ്പൽസറി ആണ്. സ്റ്റേറ്റ് അത്രയും കമ്പൽ ചെയ്യുന്നില്ല. സ്റ്റേറ്റിലെ കുട്ടികൾക്ക് ഉണ്ട്, 2 കൂട്ടർക്കും പഠിക്കാനുണ്ട് 2 റൂളും. പക്ഷെ സ്റ്റേറ്റിലെ കുട്ടികളെ അത്രത്തോളം കമ്പൽ ചെയ്ത് അവരുടെ ടീച്ചേഴ്സ് ഇത് എഴുതണമെന്ന് നിർബന്ധിക്കുന്നില്ല. പക്ഷെ CBSE കുട്ടികളെ കമ്പൽ ചെയ്ത് അവരെ കൊണ്ട് ഇതാണ് എഴുതിപ്പിക്കുന്നത്. അതും 2ഉം പഠിക്കണം അവര്. ഇതും വേണം, അതും നമുക്ക് കമ്പൽസറി ആയിട്ട് അവർ അതും പഠിക്കണം. അപ്പൊ ഇത് നമുക്കൊന്ന് നോക്കാം. അതായത് 2ഉം നമുക്ക് ജേണലിലേക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന റൂളാണ്. ഈ റൂൾ എന്താണെന്നറിയോ? ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ചില കുട്ടികൾക്ക് ഇതിനേക്കാൾ എളുപ്പമായിട്ട് ഇത് തോന്നും. എന്ന് പറഞ്ഞാൽ ഇത് എളുപ്പത്തിൽ ഞാൻ മക്കൾക്ക് ഒരു എളുപ്പ വഴി, അതാണ് ഞാൻ അവിടെ എഴുതിയിട്ടിരിക്കുന്നത്. 2 സംഭവങ്ങൾ, അതായത് അസറ്റ്സും എക്സ്പെൻസസും. ബിസിനസിന്റെ അസറ്റ്സും എക്സ്പെൻസസും വരുമ്പോ മാത്രം ഇൻക്രീസ് ഇൻ, ഞാൻ ഐ കൊടുത്തിരിക്കുന്നത് ഐ മീൻ ചെയ്യുന്നത് ഇൻക്രീസ് ആണ് കേട്ടോ. ഇൻക്രീസിനാണ് ഐ എന്ന് എഴുതിയേക്കണത്. ഡി എഴുതിയേക്കണത് ഡിക്രീസും ആണ്, കുറയുക. ഐ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യണത്, ഡി എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യണത്. ഐ ഇൻക്രീസ് ചെയ്യാൻ വെച്ചാൽ കൂടുക, ഡി ഡിക്രീസ് ചെയ്യാൻ വെച്ചാൽ കുറയുക. അപ്പൊ ഈ റൂൾ അനുസരിച്ച് നോക്കി നമ്മൾ എഴുതിയേക്കണേ. ഇവിടെ നമുക്ക് എഴുതിയേക്കണത് ഇത് ഡെബിറ്റ് ആണ് കേട്ടോ. ഞാനത് ഡി എന്ന് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇനി അത് ഡൗട്ട് വരരുത്. ഇത് ഡെബിറ്റും ഇത് ക്രെഡിറ്റും ആണ് ഞാൻ ഉദ്ദേശിച്ചേക്കണത്. അപ്പൊ മക്കൾക്ക് അത് ഡൗട്ട് വരരുത്. ഇത് ഡെബിറ്റ്, ഇത് ക്രെഡിറ്റ്. നോക്കിക്കോളൂ. ഇൻക്രീസ് ഇൻ അസറ്റ് നമ്മൾ ഡെബിറ്റ് ചെയ്യും. ക്ലിയർ ആയോ? ഇൻക്രീസ് ഇൻ ഐ മീൻസ് ഇൻക്രീസ് ആണല്ലോ. ഇൻക്രീസ് ഇൻ അസറ്റ് ഡെബിറ്റും ഡിക്രീസ് ഇൻ അസറ്റ് ക്രെഡിറ്റുമാകുന്നു. ബിസിനസ്സിലേക്ക് നമ്മൾ അസറ്റ് വാങ്ങിക്കുമ്പോഴാണ് അസറ്റ് കൂടുന്നത്. പർച്ചേസ്ഡ് മെഷീനറി എന്ന് മക്കൾക്ക് ട്രാൻസാക്ഷൻ തന്നു കഴിഞ്ഞാൽ അവിടെ മെഷീനറി വാങ്ങിക്കാണ്. അപ്പൊ ബിസിനസ്സിലേക്ക് അസറ്റ് കൂടാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അസറ്റ് കുറയുന്നത് എപ്പോഴാ? സെയിൽ ചെയ്യുമ്പോ. സോൾഡ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ഫർണിച്ചർ വിറ്റു, അപ്പൊ അവിടെ അസറ്റ് കുറയാണ്. അപ്പൊ ഓർത്ത് വെക്കാം. ഇത് 2 മാത്രം നിങ്ങൾക്ക് ഓർത്ത് വെച്ചാൽ ബാക്കി എല്ലാം ഡി അല്ലേ നോക്ക്. എന്ന് പറഞ്ഞാൽ അസറ്റിന്റെ അതേ റൂളാണ് ഈ എക്സ്പെൻസസിന് വരുന്നത് കേട്ടോ. ഇത് എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസ് ബിസിനസിന്റെ എക്സ്പെൻസസ്. ഇൻക്രീസ് ഇൻ എക്സ്പെൻസസ് ഡെബിറ്റ്, ഡിക്രീസ് ഇൻ എക്സ്പെൻസസ് ക്രെഡിറ്റ്. മനസ്സിലായോ? അപ്പൊ മക്കള് ഒരെണ്ണം പഠിച്ചാലും മതി, ഇതൊരെണ്ണം മാത്രം പഠിച്ചാലും മതി, അല്ലെങ്കിൽ ഇത് 2ഉം മാത്രം ഓർത്ത് വെച്ചാൽ മതി. ബാക്കിയെല്ലാം ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് അസറ്റിന്റെ കേസിലും എക്സ്പെൻസിന്റെ കേസിലും ഓർത്ത് വെക്കാം. അസറ്റ് ആയാലും എക്സ്പെൻസ് ആയാലും അത് ഇൻക്രീസ് ചെയ്യുമ്പോ അത് ഡെബിറ്റ് ചെയ്യും, അത് ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അതാണ് ഈ കാണിച്ചിരിക്കുന്ന റൂൾസ്. അതിന്റെ ഓപ്പോസിറ്റ് അല്ലേ ലയബിലിറ്റി വരണേ? നോക്കി, ലയബിലിറ്റി വരുമ്പോ നോക്കി, ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോഴാണ് ഡെബിറ്റ് ചെയ്യുന്നത്. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റുമാണ്. അതുപോലെ തന്നെ ക്യാപിറ്റലും ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും, ക്യാപിറ്റല് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. അതുപോലെ റവന്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും, ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും.
ഇത് റവന്യൂ ആണ് കേട്ടോ. ആർന്ന് എഴുതിയേക്കുന്നത് റവന്യൂ, ബിസിനസിന്റെ വരുമാനം. അതാണ് മോഡേൺ റൂൾ ആയിട്ട് വരുന്നത്. അപ്പൊ ഏത് റൂൾ അനുസരിച്ച് നമുക്ക് ജേണൽ എൻട്രി എഴുതാം കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജേണൽ ഒന്ന് എഴുതി നോക്കാം. ഈ റൂൾ മക്കൾ പഠിച്ചാലേ നമുക്കത് വൃത്തിയായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കൊരു ട്രാൻസാക്ഷൻ ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അതായത് പർച്ചേസ്ഡ്, ഫസ്റ്റ് ട്രാൻസാക്ഷൻ നമുക്ക് തരുന്നത് പർച്ചേസ്ഡ് മിഷനറി. ബിസിനസ്സിലേക്ക് ഒരു മിഷനറി മേടിക്കാണ്. ₹60,000, 60,000 രൂപയ്ക്ക് ബിസിനസ്സിലേക്ക് ഒരു മെഷീനറി മേടിച്ചു. മെഷീനറി എന്ന് പറയുമ്പോൾ അസറ്റ് ആണല്ലോ, ക്യാഷും അസറ്റ് അല്ലേ. അവിടെ മെഷീനറിയും ആ ക്യാഷുമാണ് ആ ബിസിനസ്സിൽ രണ്ട് ഐറ്റംസ് വരുന്നത്, മെഷീനറിയും ക്യാഷും. ഇത് രണ്ടും അസറ്റ് ആണ്. അസറ്റിന്റെ റൂള് മക്കൾ നോക്കി, ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ മെഷീനറി മേടിച്ചു എന്ന് പറയുമ്പോ മെഷീനറി അവിടെ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ബിസിനസ്സിലേക്ക് മെഷീനറി വന്നു. ഈ റൂള് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ്, മെഷീനറിയും അതുപോലെ തന്നെ ക്യാഷും ഏത് അക്കൗണ്ടിലാണ് വരുന്നത്? റിയൽ അക്കൗണ്ടിലാണ് വരുന്നത്. റിയൽ അക്കൗണ്ടിന്റെ റൂൾ നോക്കി, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ബിസിനസ്സിലേക്ക് വരുന്നത് ഡെബിറ്റ്, ബിസിനസ്സിൽ നിന്ന് പോകുന്നത് ക്രെഡിറ്റ്. ബിസിനസ്സിലേക്ക് എന്ത് വന്നു? മെഷീനറി വന്നു. അപ്പൊ നമ്മൾ മെഷീനറി അവിടെ ഡെബിറ്റ് ചെയ്യും. മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ എൻട്രി എഴുതുമ്പോ ഇതുപോലെയാണ് എഴുതുന്നത് കേട്ടോ. എന്നിട്ട് ക്രെഡിറ്റ് എഴുതുമ്പോ നമ്മള് ടു കൊടുത്ത് കുറച്ച് നീക്കി, ഇതിന്റെ ഇവിടെ നിന്ന് ഇത്തിരി നീക്കി ടു ക്യാഷ് എന്ന് എഴുതും, ടു ക്യാഷ്. എന്നിട്ട് നേരെ ഡെബിറ്റ് കോളത്തിൽ നമ്മൾ ഇവിടെയും എമൗണ്ട് എഴുതും, ക്രെഡിറ്റിൽ ഇവിടെ നമ്മൾ ക്രെഡിറ്റ് കോളത്തിലും നേരെ നമ്മൾ എമൗണ്ട് എഴുതും. ഫോർത്ത് വെക്കാം, അസറ്റ് ഇവിടെ ബിസിനസ്സിലേക്ക് വന്നത് കൊണ്ട് ഡെബിറ്റ് ചെയ്തു, ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോയത് കൊണ്ട് ക്രെഡിറ്റ് ചെയ്തു. ഇനി ഈ റൂൾ അനുസരിച്ച് മക്കൾ നോക്കിക്കോ, അത് പറഞ്ഞുതരാം. ആ റൂൾ അനുസരിച്ച്, മോഡേൺ റൂൾ അനുസരിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇൻക്രീസ് ഇൻ അസറ്റ് ഡെബിറ്റും ഡിക്രീസ് ഇൻ അസറ്റ് ക്രെഡിറ്റും അല്ലേ. ഇവിടെ ഏത് അസറ്റ് ഇൻക്രീസ് ചെയ്ത്? മെഷീനറി. മെഷീനറി ബിസിനസ്സിലേക്ക് വന്നു, അപ്പൊ നമ്മൾ മെഷീനറി നമ്മൾ ഡെബിറ്റ് ചെയ്തു. ക്യാഷും അസറ്റാണ്, ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോയി, അതായത് ഡിക്രീസ് ചെയ്തു. അപ്പൊ ഡിക്രീസ് ഇൻ അസറ്റ് നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. മനസ്സിലായോ? അതാണ് നമ്മളിപ്പോ എഴുതിയേക്കുന്ന ട്രാൻസാക്ഷൻ. അപ്പൊ രണ്ട് റൂളും നമുക്ക് മനസ്സിലാക്കി പോകാം, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ചില കുട്ടികൾക്ക് സ്കൂളിൽ അവരുടെ ക്ലാസ്സിൽ രണ്ട് റൂളും മനസ്സിലാക്കി പോകണമെന്ന് പറഞ്ഞപ്പോ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് വ്യക്തമാക്കി തരാന്ന് ഓർത്തത്. രണ്ട് റൂളും നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. ഈ റൂൾ നമുക്ക് ഇതുപോലെ എടുത്താൽ നമുക്കത് സിമ്പിൾ ആണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ വെരി വെരി സിമ്പിൾ ആയിട്ട് നമുക്കത് ഭംഗിയായിട്ട് ഈ ഇക്വേഷൻ നമുക്ക് ജേണൽ എൻട്രി എഴുതാം. അടുത്തത് രണ്ടാമത്തത് പെയ്ഡ് റെന്റ് എന്നാണ് പറഞ്ഞേക്കണത്. ₹10,000 ബിസിനസ് ഒരു 10,000 രൂപ വാടക കൊടുത്തു എന്നാണ് പറഞ്ഞേക്കണത്. ഈ വാടക കൊടുത്തു എന്ന് പറയുമ്പോ റെന്റ് പെയ്ഡ് ആണ്, എക്സ്പെൻസ് ആണ്. പെയ്ഡ് എന്ന് പറഞ്ഞ എക്സ്പെൻസ് ആണ്, റെന്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ അത് ഇൻകം ആണ്. അപ്പൊ കിട്ടല്ലേ, അത് ഇൻകം ആണ്. അപ്പൊ നമുക്കറിയാം റെന്റ് വരുന്നത്, രണ്ട് റൂളും പറഞ്ഞു തരാം. റെന്റ് എന്ന് വെച്ചാൽ അത് നോമിനൽ അക്കൗണ്ടിലാണ് റെന്റ് വരുന്നത്. നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ അനുസരിച്ച് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്, എക്സ്പെൻസസ് എല്ലാം ഡെബിറ്റ് ചെയ്യണം. ഇവിടെ റെന്റ് പെയ്ഡ് എന്ന് പറഞ്ഞപ്പോ റെന്റ് എക്സ്പെൻസ് ആണ്, നമ്മൾ റെന്റ് ഡെബിറ്റ് ചെയ്യണം അല്ലെ. ഈ റൂൾ നോക്കി കഴിഞ്ഞാലോ, എക്സ്പെൻസിന്റെ റൂൾ ഇതേ നോക്കി, ഇതല്ലേ എക്സ്പെൻസിന്റെ റൂള്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോ എന്ത് വേണമെന്ന് നമ്മൾ എഴുതിയേക്കണേ? ഡെബിറ്റ് ചെയ്യണമെന്ന്. റെന്റ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് അവിടെ കൂടിയേക്കല്ലേ, വാടക കൊടുത്തു, അവരുടെ ചെലവ്, ബിസിനസ്സിന് അവരുടെ ചെലവ് കൂടിയേക്കാണ്. അപ്പൊ നമ്മൾ റെന്റിന് എന്ത് ചെയ്യേണ്ടി വരും? ഡെബിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഏത് റൂൾസ് അനുസരിച്ചായാലും സിമ്പിൾ ആയിട്ട് നമുക്കത് എഴുതാവുന്നതേ ഉള്ളൂ. റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ. ഇനി 2 കൊടുത്തിട്ടാ എത്ര രൂപ കൊടുത്തേ? 10,000 രൂപ. ഈ 10,000 രൂപ എന്നുള്ളതും എന്തായിട്ടാ വരുന്നേ? അസറ്റ് ആയിട്ടാ വരുന്നേ. അത്രയും രൂപ അവര് കൊടുത്തു അല്ലെ. അപ്പൊ ബിസിനസ്സിൽ നിന്ന് അത്രയും ക്യാഷ് പോയി, ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോയി. ക്യാഷ് റിയൽ അക്കൗണ്ട് ആണല്ലോ. റിയൽ അക്കൗണ്ടിന്റെ റൂൾസ് അനുസരിച്ച് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ബിസിനസ്സിൽ നിന്ന് പോകുന്നത് ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോയത് കൊണ്ട് നമ്മൾ ക്യാഷ് ക്രെഡിറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ ക്യാഷിനെ അവിടെ
ക്രെഡിറ്റ് ചെയ്തു. മനസ്സിലായോ? അപ്പോ രണ്ടാമത്തെ നമുക്ക് അങ്ങനെ കിട്ടി. മൂന്നാമത്തത് ഇനി നമുക്ക് റിസീവ്ഡ് ക്യാഷ് ഫ്രം അരുൺ റുപ്പീസ് 5,000. 5,000 രൂപ അരുണിൽ നിന്നും നമ്മൾ റിസീവ് ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. അരുണിൽ നിന്നും നമ്മൾ ക്യാഷ് റിസീവ് ചെയ്തു എന്ന് പറഞ്ഞാൽ അരുൺ നമുക്ക് കാശ് തരാനുള്ള ഒരാളായിരുന്നു. അരുൺ നമുക്ക് കാശ് തന്നു. അപ്പൊ ബിസിനസ്സിലേക്ക് എന്ത് വന്നു? ക്യാഷ് റിയൽ അക്കൗണ്ട് ആണല്ലോ. ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? റിയൽ അക്കൗണ്ടിന്റെ റൂൾസ് അനുസരിച്ച് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഡെബിറ്റ് ചെയ്യും. ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നു, അതുകൊണ്ട് അതായത് റിസീവ്ഡ് ക്യാഷ് ആണല്ലോ പറഞ്ഞേക്കണേ. ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നത് കൊണ്ട് നമ്മൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യും. ഇനി ആരാ കൊടുത്തിരിക്കുന്നേ? അരുൺ. പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂൾസ് അനുസരിച്ച് ക്രെഡിറ്റ് ദ ഗിവർ. ഗിവറിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അരുണിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നത് കൊണ്ട് നമ്മൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. അരുൺ അവിടെ ഗിവർ ആയതുകൊണ്ട് നമ്മൾ അരുണിനെ ക്രെഡിറ്റ് ചെയ്തു. ഈ റൂൾസ് അനുസരിച്ച് ഇതാണ് എളുപ്പം. മക്കൾക്ക് പഠിക്കാനും എഴുതാനും എളുപ്പം ഇതാണ്. ഈ റൂളാണ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാവുന്നത്. ഇപ്പൊ ഇത് തന്നെ എളുപ്പം നോക്കി. റിസീവ്ഡ് ക്യാഷ് ഫ്രം അരുൺ. അരുണിന്റെ ഇന്ന് ക്യാഷ് കിട്ടി. ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നത് കൊണ്ട് ക്യാഷ് ഡെബിറ്റ് ചെയ്തു. അരുൺ അവിടെ ഗിവർ ആയതുകൊണ്ട് അരുണിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഇതുപോലെ നമുക്ക് എൻട്രി കിട്ടും. ഇനി അതുപോലെ തന്നെ അപ്പൊ ജേണൽ എൻട്രി എഴുതുമ്പോ ഈ റൂൾ അനുസരിച്ച് നമുക്ക് ജേണൽ എൻട്രി എഴുതാൻ സുഖം. പക്ഷെ ഇത് വേണമെന്ന് നിർബന്ധം പറഞ്ഞാൽ നമ്മളപ്പോ ഈ റൂളിലേക്ക് പോകേണ്ടി വരും. അപ്പൊ നമ്മള് ഈ ലൈബിലിറ്റി, അതുപോലെ ക്യാപിറ്റല്, റവന്യൂ, ഇതെല്ലാം ഡെബിറ്റ് ഈ റൂൾ അനുസരിച്ച് നമ്മൾ നോക്കേണ്ടി വരും. ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ ബിസിനസ് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അതാണ് ബിസിനസിന്റെ ലൈബിലിറ്റി ആയിട്ട് വരുന്നത്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊപ്പറേറ്റർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാഷ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, ബിൽഡിംഗ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, ഫർണിച്ചർ ഇൻവെസ്റ്റ് ചെയ്യാം. എന്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുവോ അതെല്ലാം ക്യാപിറ്റൽ ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതാണ് നമ്മളെപ്പോഴും ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഇങ്ങനെയായിരിക്കും. അതായത് ഇപ്പൊ അജിത്ത് സ്റ്റാർട്ടഡ് ബിസിനസ് എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ പറയുന്നതെങ്കിൽ, അജിത്ത് സ്റ്റാർട്ടഡ് ബിസിനസ്, അജിത്ത് ബിസിനസ് ആരംഭിച്ചു, ഒരു 5 lakh rupees കൊണ്ട് അജിത്ത് ബിസിനസ് ആരംഭിച്ചു നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ, അവിടെ ബിസിനസ്സിലേക്ക് അജിത്ത് 5 ലക്ഷം രൂപ കൊണ്ടുവന്നു. എന്തായിട്ടാ കൊണ്ടുവന്നിരിക്കുന്നേ? ക്യാപിറ്റൽ ആയിട്ട്. ബിസിനസ്സിലേക്ക് എന്ത് വന്നു? ഈ റൂൾ നോക്കിയ മക്കള്, ബിസിനസ്സിലേക്ക് എന്ത് വന്നു? ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു. അപ്പൊ നമ്മൾ അവിടെ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യും. ഇനി അരുൺ അവിടെ പേഴ്സണൽ അക്കൗണ്ട് ആയതുകൊണ്ട്, അവിടെ അജിത്ത് പേഴ്സണൽ അക്കൗണ്ട് ആയതുകൊണ്ട് അജിത്ത് അവിടെ ആരാ? പൈസ കൊണ്ടുവന്ന ആളാണ്, ഗിവർ ആണ്. അപ്പൊ നമ്മൾ അജിത്തിനെ അവിടെ ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഡെബിറ്റ്, അപ്പൊ എൻട്രി എങ്ങനെ വരും? നമുക്ക് ഇതിന് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അജിത്ത് എന്ന് വരും. നമ്മൾ ഈ റൂൾ അനുസരിച്ചാണ് നോക്കുന്നതെങ്കിൽ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു, ക്യാഷ് ഡെബിറ്റ് ചെയ്തു. അജിത്ത് അവിടെ ഗിവർ ആയതുകൊണ്ട് അജിത്തിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഇനി ഈ റൂൾ അനുസരിച്ച് നോക്കണമെങ്കിൽ നമുക്ക് നോക്കിയേ, അതായത് ക്യാപിറ്റല്, ഇതാണ് ക്യാപിറ്റല്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന പണത്തിന് നമ്മൾ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. അപ്പൊ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവന്നു, ക്യാപിറ്റൽ കൂടി. ക്യാപിറ്റൽ കൂടാ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ആണ്. കണ്ടോ? ഇൻക്രീസ് ചെയ്യുമ്പോ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. നമ്മൾ നോക്കിയേ, ടു അജിത്സ് ക്യാപിറ്റൽ. അജിത്ത് മീൻസ് അജിത്സ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ കൂടിയപ്പോ നമ്മൾ എന്ത് ചെയ്തു? അജിത്ത് ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്തു. ഈ ക്യാപിറ്റൽ കുറയുന്ന ഒരു കേസ് ഉണ്ട്. ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുന്നത് എപ്പോഴാ? വിഡ്രോ ചെയ്യുമ്പോൾ. വിഡ്രോ ചെയ്യുന്നത് എങ്ങനെയാ? പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്യണം. അതായത് പ്രൊപ്പറേറ്റർ അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ ക്യാപിറ്റൽ കുറയാണ്. അപ്പൊ നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ് ഡെബിറ്റ് ചെയ്യും. ക്യാപിറ്റൽ വിഡ്രോ ചെയ്ത് കഴിയുമ്പോൾ, ക്യാപിറ്റലിൽ നിന്ന് അയാള് പേഴ്സണൽ യൂസിന് വിഡ്രോ ചെയ്യുമ്പോൾ അപ്പൊ നമ്മൾ എഴുതും ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ. ക്യാപിറ്റൽ കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യണ്ടേ? ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എഴുതും, എന്തെഴുതും?
അപ്പൊ നമ്മൾ എഴുതാം ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ. അവിടെ ക്യാപിറ്റൽ കുറയാൻ വേണ്ടി നമ്മൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ലയബിലിറ്റി ഡിക്രീസും ഇൻക്രീസും പറഞ്ഞപ്പോൾ നമ്മൾ കടമായിട്ട് സാധനങ്ങൾ ഒരാളിൽ നിന്നും മേടിക്കുമ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം അരുണിൽ നിന്നും ഗുഡ്സ് കടമായിട്ട് മേടിച്ചു എന്ന് പറയുമ്പോൾ ബിസിനസ്സിന് അവിടെ ലയബിലിറ്റി കൂടാണ്. ലയബിലിറ്റി കൂടുന്ന കേസിൽ എന്ത് ചെയ്യേണ്ട വരും? ക്രെഡിറ്റ് ചെയ്യേണ്ട വരും. ആ കടമായിട്ട് മേടിച്ചിരിക്കുന്ന ആള് പൈസ തരുമ്പോ അയാളുടെ ലയബിലിറ്റി കുറയാണ്. അങ്ങനെ ലയബിലിറ്റി കുറയുമ്പോ നമ്മൾ എന്ത് ചെയ്യേണ്ട വരും? ഡെബിറ്റ് ചെയ്യേണ്ട വരും. അപ്പൊ ക്രെഡിറ്റ് പർച്ചേസ് നടത്തുമ്പോ നമ്മള് എന്ത് ചെയ്യും? ലയബിലിറ്റിയാണ് ക്രെഡിറ്റ് പർച്ചേസ് നടത്തുമ്പോ. അപ്പൊ നമ്മളത് ക്രെഡിറ്റ് ചെയ്യും. കടമായിട്ട് മേടിച്ച ആള് പൈസ കൊണ്ടുവന്ന് കൊടുക്കുമ്പോ അയാളുടെ ലയബിലിറ്റി കുറയാണ്. അപ്പൊ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അതുപോലെ തന്നെ റവന്യൂ, അതായത് റിസീവ്ഡ് റെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ റെന്റ് റിസീവ് ചെയ്യാണ്. അപ്പൊ അവിടെ വരുമാനം കൂടാണ്. റെന്റ് റിസീവ്ഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്, ഇൻകം ആണ്. ഇൻകം കൂടുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ടു റെന്റ് എന്ന് എഴുതും. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റെന്റ് എന്ന് എഴുതും. റെന്റ് റിസീവ്ഡ് ആണെങ്കിൽ ഇൻകം അവിടെ കൂടാണ്, റവന്യൂ കൂടാണ്. അപ്പൊ നമ്മൾ റെന്റിന് എന്ത് ചെയ്യും? റെന്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. എന്നിട്ടോ ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ജേണൽ എൻട്രി പഠിക്കാനായിട്ട് ഈ രണ്ട് റൂൾസും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എൻട്രി എഴുതാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ജേണൽ എൻട്രീസ് ഉണ്ട് ഈ വിഡ്രോവലിന്റെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. കമന്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ കമന്റിൽ അത് നിങ്ങൾ കമന്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ എൻ്റെ ഉഷാസ് അക്കൗണ്ടിങ് സ്കൂൾ എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അവർക്കും ഒന്ന് അത് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ.